ഹലോ വെൽക്കം ബാക്ക് ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഇഫ്താറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിൽ ഐറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്നും എങ്ങനെ ചെയ്യാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളവും പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർക്കുക. നമ്മളൊരു ഫലൂദ ടൈപ്പുള്ള ഡ്രിങ്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഏലക്കായ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഏലക്കായ് അല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഈ ഒരു സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റവ ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചൂടാക്കാൻ വെച്ച ആ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റവൻ്റെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റവ കുക്ക് ചെയ്തെടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. റവ കുക്കായി വരുന്ന സമയത്ത് ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരും ഈ ഒരു മിൽക്ക്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പം കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് പോയി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ആപ്പിൾ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് അനാറിൻ്റെ സീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്കസ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കേട്ടോ നട്ട്സ്. കസ്കസ് വേണം നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച ആ ഒരു റവൻ്റെ മിൽക്ക് ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നോക്കി, നല്ല ഐസ്ക്രീമൊന്നും ചേർക്കാതെ ഐസ്ക്രീമൊക്കെ ചേർത്ത ആ ഒരു രീതിയിലാണ് നമ്മളെ മിൽക്ക് ഉള്ളത്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, തമ്മിലല്ലേ അവിൽ കണ്ടത്, അവിൽ പിന്നെ നിങ്ങൾ എന്താ ആക്കിയെന്ന്. അപ്പോൾ അവിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് അവിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് ഒരു പാനിലിട്ട് വറുത്തെടുക്കുക. നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫലൂദ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിച്ചാൽ തന്നെ മതി, ദാഹവും ക്ഷീണവും ഒക്കെ മാറിക്കോളും. പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട, വയറ് നല്ല ഫില്ലായി കിടക്കും. ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ടതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്